സൗണ്ട് ശരിയായിട്ടില്ല, ശരിയാവുന്നേ ഉള്ളൂ, അതുവരെ ഒന്ന് ക്ഷമിക്കുക. നീലശലഭം പാർട്ട് 8. എല്ലാവരും കൂടെ വീടിന്റെ അകത്ത് തന്നെയുണ്ട്. എല്ലാവരും ജോത്സ്യന്റെ മുമ്പിൽ നോക്കിയിരിക്കുകയാണ്. എല്ലാവരുടെയും ജാതകം അദ്ദേഹം തിരിച്ചും മറിച്ചും നോക്കുന്നുണ്ട്. ഹരിനാരായണും ശ്രീകാന്തുമാണ് ഒരേ പ്രായക്കാർ അല്ലേ? ഹരിനാരായണ് കല്യാണം 30-ലാണ് കാണുന്നത്. പക്ഷേ ശ്രീകാന്തിന്... അതും പറഞ്ഞ് അദ്ദേഹം ഒന്ന് നിർത്തി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വല്യമുത്തശ്ശൻ ടെൻഷനോടെ ചോദിച്ചു. ഇപ്പോൾ പ്രായം 27 അല്ലേ? ഈ പ്രായത്തിൽ ഒരു കല്യാണം ഉണ്ടാക്കിയാലേ പറ്റൂ, ഇല്ലെങ്കിൽ കല്യാണയോഗം കാണുന്നില്ല. അത് കേട്ട് ശ്രീകാന്ത് ഒന്ന് ഞെട്ടി. എന്റെ ദേവി, ശ്രീകാന്തേട്ടന് ഈ കലിപ്പിൽ ഒരു പെണ്ണും കൂടെ കെട്ടിയ ആ കുട്ടി പെട്ട്. ബാമ പതിയെ ഇവർ കേൾക്കാവുന്ന വിധത്ത് പറഞ്ഞതും നീലി അത് കേട്ട് ശ്രീകാന്തിനെ ഒന്ന് നോക്കി. ശ്രീകാന്ത് ചേട്ടൻ ആളൊരു പാവമല്ലേ? അവനെ നോക്കിക്കൊണ്ട് നീലി ആലോചിച്ചു. ഇനിയും പ്രശ്നമുണ്ട്. രോഹിണി നക്ഷത്രക്കാരി ആയിരിക്കണം കുട്ടി. കുട്ടിക്ക് ഒത്തിരി പ്രായവും ആകരുത്. ആയാൽ അവന്റെ ജീവന് തന്നെ പ്രശ്നമാണ്. കുടുംബത്തിൽ നിന്നും തന്നെയാണെങ്കിൽ ഉത്തമം. അത് കേട്ടതും വലിയവരെല്ലാം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ശ്രീകാന്തിന് ഇതിൽ വലിയ വിശ്വാസമൊന്നുമില്ലാത്ത രീതിയിലാണ് നിൽപ്പ്. രോഹിണി നക്ഷത്രം കുടുംബത്തിലുണ്ടോ? ചെറിയ മുത്തശ്ശൻ ഞെട്ടലോടെ ചോദിച്ചു. ഉണ്ടല്ലോ, നീലിമോള്, അവള് രോഹിണിയാണല്ലോ. അത് കേട്ടതും നീലി ഞെട്ടിപ്പോയി. നീലി മാത്രമല്ല, ശ്രീകാന്തും ഞെട്ടി നോക്കുന്നുണ്ട് അവളെ. ബാമ, നീ തീർന്നു മോളെ എന്ന പോലെയാണ് നോക്കുന്നത്. നീലി ഞെട്ടിത്തെറിച്ച് എല്ലാവരെയും നോക്കി. എല്ലാവരുടെയും നോട്ടം അവളിലേക്ക് തന്നെയായിരുന്നു. പക്ഷേ നീലിമോള് കുഞ്ഞല്ലേ, അടുത്ത മാസമാണ് 18 ആവുക. വല്യ മുത്തശ്ശൻ ഗൗരവത്ത് പറഞ്ഞു. നീലിമ എന്നല്ലേ മോളുടെ പേര്? ആ ജാതകം ഒന്ന് നോക്കട്ടെ. അത് കേട്ടതും എല്ലാവരും എന്താ പറയുക എന്ന് നോക്കുന്നുണ്ട്. അത് കേട്ടതും നീലിയുടെ ഹൃദയം വേഗതയിൽ മിടിക്കുന്നുമുണ്ട്. മോൾക്കും ഈ പ്രായത്തിലാണ് കല്യാണയോഗം കാണുന്നത്. അതായത് മോൾക്ക് 18 ആയി. അതിനുശേഷം ഒരു 3 മാസം ആകുമ്പോഴേക്കുമാണ്. അത് കേട്ട് ബാമ വാ പൊളിച്ചു. നീലി ഇതൊക്കെ എന്താ എന്ന പോലെയാണ് ഇരിക്കുന്നത്. ഇയാൾക്ക് എന്താ നിന്റെ കല്യാണം നടത്താഞ്ഞിട്ട്? ഇയാൾ എവിടെ നോക്കി പറയുന്നേ? ബാമ നീലിയോടായി ചോദിച്ചു. നീലി ഞെട്ടിധരിച്ച് അത് കേൾക്കുന്നുണ്ട്. കുടുംബക്കാരെല്ലാം പരസ്പരം നോക്കി. നീലിമോളെ, ശ്രീകാന്തിനെ വിവാഹം ചെയ്യുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും ചെറിയ മുത്തശ്ശൻ ചോദിച്ചതും, എനിക്ക് ആ മോളെ കൊണ്ടുവരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ശ്രീകാന്തിന്റെ അമ്മ സന്തോഷത്തോടെയായിരുന്നു അത് പറഞ്ഞത്. പക്ഷേ മോളുടെ സംസാരശേഷിയോ? അവന്റെ അമ്മായി അത് പറഞ്ഞതും നീലിയുടെ ഉള്ളിൽ അത് തറഞ്ഞിരുന്നു. ശ്രീകാന്ത് എല്ലാം കേട്ട് ദേഷ്യത്തിലാണ് നിൽപ്പ്. സംസാരശേഷി എന്ന അവരുടെ ചോദ്യം വന്നതും അവരുടെ അച്ഛൻ അവരെ ദേഷ്യത്തിൽ നോക്കി. എല്ലാവരും എല്ലാം തികഞ്ഞവരല്ലല്ലോ അമ്മേ. കുട്ടേട്ടനായിരുന്നു അതിന് ഉത്തരം കൊടുത്തത്. അവിടെ എല്ലാവർക്കും ഇടയിൽ വീണ്ടും മൗനമായിരുന്നു. ആരും ഒന്നും മിണ്ടിയില്ല. ഇങ്ങനെ എല്ലാവരും മിണ്ടാതെ നിന്നാൽ എങ്ങനെ? ശ്രീകാന്തിന്റെ കല്യാണം പെട്ടെന്ന് വേണം, വേഗത തന്നെ നീലിയുടെയും. അദ്ദേഹം ഒന്ന് നിർത്തി വീണ്ടും തുടർന്നു. ഇവിടെ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ആരും ഒന്നും മിണ്ടിയില്ല. നീലി അപ്പോയേക്കും പേടിയോടെ എല്ലാവരെയും നോക്കി നിൽപ്പാണ്. നീലിമോളെ ശ്രീകാന്തിന് നൽകുന്നതിൽ വല്യേട്ടനും ഏട്ടത്തിക്കും സമ്മതക്കുറവുണ്ടോ? ചെറിയ മുത്തശ്ശൻ ഗൗരവത്ത് ചോദിച്ചു. ശ്രീമോന് നൽകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ അവൾ കുഞ്ഞല്ലേ എന്നൊരു സങ്കടമുണ്ട്. വല്യ മുത്തശ്ശൻ അല്പം സങ്കടത്തോടെ പറഞ്ഞ് നീലിയെ നോക്കി. മോള് അവിടെ വന്നാലും പഠിക്കുമല്ലോ, അവൾ എല്ലാവർക്കും കുഞ്ഞാണല്ലോ. ചെറിയ മുത്തശ്ശൻ അത് പറഞ്ഞിട്ടും ഇങ്ങനെയെല്ലാം ജാതകത്തിലുള്ള സ്ഥിതിക്ക് മാറ്റം വരുത്തിയൊരു ദോഷം വരുത്താൻ പറ്റില്ല. ശ്രീകാന്ത് മോനും നീലിമോൾക്കും സമ്മതമായിരിക്കണം, എങ്കിൽ നടത്താം. വലിയ മുത്തശ്ശൻ അത് പറഞ്ഞതും എല്ലാവരും നീലിക്ക് നേരെ തിരിഞ്ഞു. അവൾ എല്ലാവരെയും ഞെട്ടി നോക്കുന്നുണ്ട്.
മോക്ക് എന്താ അഭിപ്രായം? അവൾ എന്ത് പറയുമെന്നില്ലാതെ അവൾ എല്ലാവരെയും നോക്കിക്കൊണ്ടേയിരുന്നു. ശ്രീകാന്ത്, നിന്റെ അഭിപ്രായം എന്താ? ചെറിയ മുത്തശ്ശൻ ഗൗരവത്തെ ചോദിച്ചതും എനിക്ക് അതും പറഞ്ഞ് അവനൊന്നും മിണ്ടിയില്ല. അതെന്താ നീലിമോളെ നിനക്ക് അംഗീകരിക്കാൻ പറ്റില്ലേ? ശ്രീകാന്തിന്റെ അച്ഛൻ ഗൗരവത്തെ ചോദിച്ചു. അവനും അവൾക്ക് മിണ്ടാൻ കഴിയില്ലെന്നത് ഒരു കുറവായി തോന്നിയിട്ടുണ്ടാവും. അവന്റെ അമ്മായി ഒരു കളിയാക്കലോടെ പറഞ്ഞതും സീതെ, നിന്നോട് ഞാൻ ഒരു പ്രാവശ്യം മിണ്ടരുത് എന്ന് പറഞ്ഞു. ചെറിയ മുത്തശ്ശൻ അവരുടെ നേരെ ദേഷ്യത്ത് പറഞ്ഞതും അവർ വാ പൂട്ടി. നീലിയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരുന്നു. അപ്പോഴേക്കും എനിക്ക് നീലിയുടേത് ഒരു കുറവായി തോന്നിയിട്ടില്ല. പിന്നെ നീലിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷേ എന്റെ പെങ്ങളായിട്ടാണ് ഞാൻ അവളെ കണ്ടത്. അങ്ങനെയുള്ള അവളെ ഭാര്യ സ്ഥാനത്ത് കൊണ്ടുവരുമ്പോ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ശ്രീകാന്ത് കയ്യും കെട്ടി അല്പം ദേഷ്യത്തിലും ഗൗരവത്തിലും പറഞ്ഞു. നീ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുവാണ്. നിന്റെ ഒരു പെങ്ങൾ സ്നേഹം കാരണം ഈ കുടുംബമാണ് പിന്നീട് വേദനിച്ചത്. എന്നിട്ട് അവളെ വേണ്ടെങ്കിൽ അതങ്ങ് പറ. ഇല്ലാത്ത കാരണം ഉണ്ടാക്കുന്നത് കണ്ടു. അവന്റെ രണ്ടാമത്തെ അമ്മായി ഒരു പുച്ഛത്തോടെ പറഞ്ഞതും അത് കേട്ടിട്ട് ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവന് ഈ ദേഷ്യം മാത്രമേ അറിയൂ. കല്യാണം കഴിക്കാൻ പറ്റില്ലെങ്കിൽ അതങ്ങ് പറ നീ. അവന്റെ ഒന്നാമത്തെ അമ്മായി വീണ്ടും വാ തുറന്നു. എല്ലാവരുടെയും നോട്ടം അവനിലേക്കായിരുന്നു. നിങ്ങൾ എന്തിനാ ഇങ്ങനെയെല്ലാം ചോദിക്കാൻ നിൽക്കുന്നേ? അതെല്ലാം കേട്ട് സഹിക്കെട്ട് സഞ്ജിത്ത് ചോദിച്ചു. അതെ, അതെല്ലാം അവരുടെ ഇഷ്ടമാണ്, അത് മനസ്സിലാക്കാമേ. കുട്ടേട്ടനും അതിലിടപെട്ടു. പിന്നെ അവന് കുടുംബത്തിൽ നിന്നും ഒരു രോഹിണി നക്ഷത്രകാരിയെ എവിടെ നിന്ന് കിട്ടും? അമ്മായി വീണ്ടും ഉച്ചത്തോടെ ചോദിച്ചു. അതും പറഞ്ഞ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വലിയൊരു തർക്കം തന്നെയായി. നീലി എല്ലാം സങ്കടത്തോടെ നോക്കുന്നുണ്ട്. ഒന്ന് നിർത്തുന്നുണ്ടോ? അവർക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ ഇങ്ങനൊരു വിവാഹം നടത്തൂ. വലിയ മുത്തശ്ശൻ ശബ്ദത്തിൽ പറഞ്ഞതും എല്ലാവരും വാടച്ചു വെച്ചു. മോനെ, നീലിമോളെ നിനക്ക് വിവാഹം ചെയ്യാൻ സാധിക്കില്ലേ? എല്ലാവരുടെയും സംസാരം കേട്ട് അവന്റെ അമ്മ സങ്കടത്തോടെ ചോദിച്ചു. അതെ, പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവന്റെ ദേഷ്യമൊന്ന് പിടിച്ചു വെച്ചുകൊണ്ട് വീണ്ടും തുടർന്നു. പക്ഷേ എനിക്കും നീലിക്കും കുറച്ച് ടൈം വേണ്ടി വരും. അവൻ നീലിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീലി അത് കേട്ട് അവനെ നോക്കുന്നുണ്ട്. മോൾക്ക് സമ്മതക്കുറവുണ്ടോ? അവളുടെ മുത്തശ്ശി അവളോടായി ചോദിച്ചതും അവൾ എല്ലാവരെയും നോക്കി ഇല്ലെന്ന് തലയാട്ടി. ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു തർക്കമുണ്ടാവാൻ പാടില്ല. വലിയ മുത്തശ്ശൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞതും എല്ലാവരും മിണ്ടാതെ കേട്ട് നിന്നു. അങ്ങനെയാണെങ്കിൽ നല്ല ദിവസം ഞാൻ അങ്ങ് കുറിച്ചു തരട്ടെ? തന്നാലും. കുറച്ചു നേരം നോക്കിയതിനു ശേഷം ചിങ്ങം 10, അതായത് 3 മാസം, അന്ന് 10നും 11:30ക്കും ഇടയിൽ മുഹൂർത്തം. അത് കേൾക്കുമ്പോൾ നീലിയുടെ ഹൃദയം വേഗതയിൽ മിടിക്കുമായിരുന്നു. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്കും ഓരോരുത്തരായി പിരിഞ്ഞു പോയി. എല്ലാവരും പോയതും നീലി മുറിയിൽ കുപ്പിയിലിരിക്കുന്ന ആമ്പൽപ്പൂക്കളെ നോക്കിക്കൊണ്ടിരുന്നു. എൻ്റെ ഉള്ളിലുള്ളത് ഒന്ന് തുറന്നു പറയാൻ പോലും എനിക്കാവുന്നില്ല. എൻ്റെ മനസ്സിലെ വേദനകളും എല്ലാം എന്നിൽ തന്നെ ഞാൻ ഒതുക്കേണ്ടി വരുന്നു. എൻ്റെ ഈ ശബ്ദമില്ലായ്മ എല്ലാവർക്കും ഒരു കുറവായി തന്നെ തോന്നുന്നു. എന്തിന് പലപ്പോഴും എനിക്ക് പോലും ഒന്ന് ശബ്ദമുയർത്തി സങ്കടങ്ങൾ തുറന്നു പറയാൻ പോലും ആവാത്ത പോലെ. എല്ലാം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഞാൻ ഒത്തിരി സന്തോഷവതിയായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു വിവാഹം എന്നെല്ലാം പറയുമ്പോൾ എങ്ങനെയും ജാതകം കാണുമോ? അതും ആലോചിച്ചിരിക്കുന്ന അവളെ ഒന്ന് നോക്കിയ ശേഷം മുത്തശ്ശി അകത്തേക്ക് വന്നു. എന്താ മോളെ, എന്താ മുത്തശ്ശിയുടെ കുട്ടി ആലോചിക്കുന്നത്? മുത്തശ്ശിയുടെ ശബ്ദം കേട്ടതും അവൾ എണീറ്റിരുന്നു. അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി. എന്റെ മോള് ഇന്ന് സംഭവിച്ചതെല്ലാം ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുവാണോ? അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ മുത്തശ്ശിയുടെ മടിയിലേക്ക് കിടന്നു. അവർ അവളുടെ തലയിൽ തലോടി. മോളെ, എന്റെ കുഞ്ഞ് അതെല്ലാം ആലോചിച്ച് പേടിക്കേണ്ട. മോളെ, ശ്രീകാന്ത് മോനെ കുറിച്ച് ബാമമോളും പലതും പറഞ്ഞു തന്നു കാണും.
പക്ഷേ ആ മോനെ കുറിച്ച് അങ്ങനെയൊന്ന് ചിന്തിച്ചു വെക്കരുത്. എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വന്ന കുഞ്ഞാണവൻ. ആ കാണുന്ന ദേഷ്യം പോലും സങ്കടം കൊണ്ട് അവൻ കൂടെ കൂട്ടിയതാ. അവന്റെ ഭാഗം പോലും ഒന്നും കേൾക്കാതെ എല്ലാവരും അവനെ കൊലയാളിയെന്ന് മുദ്ര കുത്തിയവനാവൻ. പക്ഷേ അവന്റെ ഉള്ളിൽ ഇവിടുത്തെ മുത്തശ്ശിക്കും മുത്തശ്ശിനും അറിയും. തൊണ്ടവേദന ആയതുകൊണ്ട് ചെറിയ പാർട്ടാണേ, ക്ഷമിക്കണേ. തുടരും.